രമേശ് പിഷാരടിക്കും രാഹുൽ മാങ്കൂട്ടത്തിലുമെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയൻ. ഉയർന്നുവന്ന ആരോപണങ്ങൾ തള്ളിപ്പറയാൻ രാഹുൽ തയ്യാറാകാതിരിക്കുന്നത് ആശങ്കയുളവാക്കുന്നു. അഭിനയം രാഷ്ട്രീയമാക്കുന്നവർക്ക് ഒന്നും പ്രശ്നമല്ല. സൈബർ അറ്റാക്ക് കണ്ട് ഭയന്നാണ് വനിതകൾ മൗനം തുടർന്നതെന്നും നീതു വിജയന്റെ FB പോസ്റ്റിൽ പറയുന്നു. KR സാജു ചേരുന്നുണ്ട്. സാജു, നേരത്തെ നീതുവിന്റെ പോസ്റ്റ് ഇല്ലെങ്കിൽ നീതുവിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലുള്ള പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഇതുവരെ ഭാഗം ക്ലിയർ ആക്കാത്തതിൽ ഇപ്പോഴും അതൃപ്തി പോയുന്നു എന്നാണോ പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഒപ്പം തന്നെ പിഷാരടിക്ക് എങ്ങനെയാണ് മറുപടി നൽകുന്നത്? ഇന്ന് പിഷാരടിക്ക് എന്ന മറുപടി എന്ന നിലയിലാണ് നീതു വിജയന്റെ പോസ്റ്റ് ഉള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള അവർ. ഇതിൽ പറയുന്നത്, താങ്കൾ ഒരു സുപ്രസിദ്ധനായ താരം എന്നതിലുപരി കോൺഗ്രസുകാരനായ താരം എന്നതിൽ ഏറെ അഭിമാനിച്ചിരുന്നവരാണ് താനടക്കമുള്ള കോൺഗ്രസുകാർ എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. പക്ഷേ ഇത് രമേശ് പിഷാരടിക്ക് മാത്രമുള്ള കുത്തല്ല, ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടിയുള്ള കുത്താണ്. ഇതിനകത്ത് പറയുന്നത്, താങ്കളുടെ ഇന്നത്തെ പരാമർശം ഒരു കോൺഗ്രസ് അനുഭാവിയുടേതല്ലാതായി മാറി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ നടപടിയെടുത്ത കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. പാർട്ടിയുടെ അച്ചടക്ക നടപടി എന്ന് പറയുന്നത് കേവലം പോലീസ് സ്റ്റേഷനിൽ വീഴുന്ന ഒരു FIR-ന്റെ അടിസ്ഥാനത്തിലോ കോടതിയിൽ ശിക്ഷിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലോ മാധ്യമ വിചാരണയിലോ അല്ല, മറിച്ച് പാർട്ടിക്ക് ലഭിക്കുന്ന പരാതികളുടെയും നേതാക്കളുടെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിക്ക് വ്യക്തമായ ബോധ്യമുള്ളതിനാലാവണം നേതൃത്വം ഇത്തരം അച്ചടക്ക നടപടിയിലേക്ക് കടന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് എന്ന നിലയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് താങ്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പൊതുസമൂഹത്തിൽ ഏറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ള ഓരോരുത്തർക്ക് നേരെയും ഉയരുന്ന ആരോപണങ്ങൾ ഞങ്ങളെയും ബാധിക്കുന്നതാണ് എന്ന് നിങ്ങൾ ഓർക്കണം. രാഹുൽ മാങ്കൂട്ടം ഈ ആരോപണങ്ങൾ ഒന്ന് നിഷേധിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് തല ഉയർത്തി നടക്കാമായിരുന്നു. ഇപ്പോൾ ആത്മാഭിമാനമുള്ള ഒരു വനിതാ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കും പൊതുസമൂഹത്തിന് മുന്നിൽ തല ഉയർത്താൻ കഴിയുന്നില്ല എന്നതാണ് അവസ്ഥ. അഭിനയം രാഷ്ട്രീയമാക്കുന്നവർക്ക് ഇത് പ്രശ്നമല്ല, പക്ഷേ രാഷ്ട്രീയം സാമൂഹ്യ സേവനമാക്കുന്നവർക്ക് സമൂഹത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. സിനിമാ മേഖലയിലെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എല്ലാവരെയും ബാധിക്കുന്ന പോലെ തന്നെയാണ് പൊതുപ്രവർത്തന രംഗത്തും. ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ കാണിച്ച താല്പര്യം വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം സഹപ്രവർത്തകയായ ഒരു അതിജീവിതയുടെ പ്രമാദമായ കേസിൽ എന്തുകൊണ്ട് താങ്കൾ കാണിച്ചില്ല എന്ന് രമേശ് പിഷാരടിയോട് നീതു ചോദിക്കുന്നു. ഒപ്പം താങ്കൾ അടക്കമുള്ളവർ മൗനം പാലിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഇത് കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനമാണ്. ഈ ആരോപണങ്ങൾ തെറ്റാണെന്ന് സധൈര്യം വിളിച്ചു പറയാൻ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം MLA-ക്ക് എന്തുകൊണ്ട് ഇപ്പോൾ സാധിക്കുന്നില്ല എന്ന് വളരെ ആശങ്കയോട് നോക്കിക്കാണുന്ന ഒരു സഹപ്രവർത്തകയാണ് ഞാൻ. വികേന്ദ്രീകൃതമായി സംസാരിക്കാതെ പാർട്ടി തീരുമാനങ്ങൾക്ക് കൽപ്പിക്കണം. എന്തായാലും താങ്കളെ പോലുള്ളവർ കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തോട് അല്ലെങ്കിൽ കോൺഗ്രസിനോട് എന്ന നിലയിൽ ചില കാര്യങ്ങൾ കൂടി നീതു പറയുന്നുണ്ട്. സഹപ്രവർത്തക സ്നേഹിക്കും ഉമാ തോമസ് MLA-ക്കും എന്തിനേറെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ MP